തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂറിസം സൊസൈറ്റിയുടെ ക്രമക്കേടുകളിൽ അന്വേഷണം നടത്തും. ബി.ജെ.പി. സാമ്പത്തിക സഹായം ചെയ്തില്ലെന്നാണ് ആക്ഷേപം. അതിനിടെ ആത്മഹത്യയ്ക്ക് കാരണം CPM-ഉം പോലീസുമാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. അനിൽകുമാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യഗായത്രി, ഇതാണ് അനിൽകുമാറിന്റെ സംസ്കാരം നടക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി.ജെ.പി. പറയുന്നത് പോലീസും CPM-ആണ് ഈ അനിൽകുമാറിന്റെ മരണത്തിന് പിന്നിൽ എന്ന് പറയുന്നു. എന്നാൽ അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് സൂര്യ? കഴിഞ്ഞ ദിവസമാണ് കൗൺസിലർ ഓഫീസിൽ അനിൽകുമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂറിസം സൊസൈറ്റിയുടെ ക്രമക്കേടുകളിൽ അതിലെ പ്രതിസന്ധിയെ തുടർന്നാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പിലടക്കം താൻ ഒറ്റപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടാണ് അനിൽകുമാർ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബി.ജെ.പി. സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ലെന്ന ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഏറെ വൈകിയും രാത്രി ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. ആ വിശദീകരണത്തിലുടനീളം ആത്മഹത്യക്ക് കാരണം CPM-ഉം പോലീസുമാണ് എന്നുള്ള ആരോപണം ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ഒരു കേസിലും ഈ അനിൽകുമാർ പ്രതിയല്ല. തമ്പാനൂർ സ്റ്റേഷനിൽ അയാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെയോടുകൂടി തന്നെ 5 ലക്ഷം രൂപയുമായിട്ട് സ്റ്റേഷനിൽ വരണമെന്നുള്ള ഭീഷണിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനിൽകുമാറിന് നേരെ ഉണ്ടായത് എന്നുള്ളതാണ് ബി.ജെ.പി. പറയുന്നത്. അത് കാരണമാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തതെന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. CPM-ന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പോലീസിന്റെ ഭീഷണിയിലാണ് ഇത്തരത്തിൽ അനിൽകുമാർ ആത്മഹത്യ ചെയ്തത്. പോലീസും CPM-ന്റെയും ഗൂഢാലോചനയാണ് ഒരാളെ നശിപ്പിച്ചത് എന്ന തരത്തിൽ അതീവ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് ബി.ജെ.പി. ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധമായിട്ട് ഈ മാസം 22-ന് തമ്പാനൂർ, അതായത് നാളെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനും ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആത്മഹത്യക്ക് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യമാണ് ബി.ജെ.പി. ഉയർത്തുന്നത്. അതേസമയം തന്നെ ഈ സഹകരണ സംഘത്തിലെ ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കുമ്പോൾ ക്രമക്കേടുകൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ബി.ജെ.പി. നൽകുന്ന വിശദീകരണം. ഒരു അഴിമതി നടത്താത്ത ആളാണ് അനിൽകുമാർ. അനിൽകുമാർ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സ്ഥാപനത്തിൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ബി.ജെ.പി. നൽകുന്നത്. എന്തായാലും വിഷയത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം നടത്തുകയാണ്. നിലവിൽ ഇപ്പോൾ ഏകദേശം 6 കോടിയോളം രൂപ അനിൽകുമാറിന്റെ ഫാം ടൂറിസം സൊസൈറ്റിയിൽ നിന്ന് ആളുകൾക്ക് നൽകാനുണ്ട് എന്നുള്ള വിവരമാണ് അറിയുന്നത്. എന്തായാലും ഈ ഫാം ടൂറിസം സൊസൈറ്റിയുടെ ക്രമക്കേടുകളിൽ അടക്കം അന്വേഷണം നടത്താനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. അന്വേഷണത്തിനൊടുവിലായിരിക്കും കൃത്യമായിട്ട് എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലെ കാരണം എന്നത് മനസ്സിലാക്കുക. ബി.ജെ.പി. എന്തായാലും നിലവിൽ പോലീസിനും അതുപോലെ തന്നെ CPM-ന്റെ മേലാണ് പഴി ചാരുന്നത്. അതേസമയം തന്നെ ഈ ക്രമക്കേടുകളിൽ പാർട്ടി അനിൽകുമാറിനെ ഒറ്റപ്പെടുത്തി യാതൊരുവിധ സഹായവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കാത്തതിന്റെ ഒടുവിലാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് എന്നൊരു ആക്ഷേപവും മറുപക്ഷത്ത് നിലനിൽക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഊർജ്ജമായിട്ട് അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ 10 മണിയോടുകൂടി തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സിൽ അനിൽകുമാറിന്റെ മൃതദേഹം സംസ്കാര പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 11 മണിക്ക് വീട്ടിലേക്ക് മങ്കാട്ടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. 1 മണിയോടെ ആയിരിക്കും ശാന്തി കവാടത്തിൽ തിരുമല അനിൽകുമാറിന്റെ സംസ്കാരം നടക്കുക. അതെ സൂര്യ, എന്തായാലും പാർട്ടി സംരക്ഷിച്ചില്ല എന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുമ്പോഴും ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിലെ കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിഷയത്തിൽ ബി.ജെ.പിയുടെ പ്രതികരണം കൂടി എങ്ങനെയാണ് സൂര്യ?